അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൂന്നാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ 2023 ചോദ്യപേപ്പറാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. 2024 നമ്മൾ നേരത്തെ ചെയ്തു, ഇനി 23 നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പകുതി മരണമാണ്. ഇവിടെ ഉത്തരങ്ങളുണ്ട്. അതുപോലെ ചെയ്യാനാണ് ഉറക്കം, വൃത്തി, നമീമത്ത്, സത്യം പറയുക, അവരിൽ സ്വഭാവം നന്നായവരാണ്. ഉറക്കം ഒരു പകുതി മരണമാണ്. എന്താണ്? ഉറക്കം, അല്ലേ? അടുത്ത ഈമാനിൻ്റെ പകുതിയാണ്. ഈമാൻ്റെ പകുതി ഏതാണ്? അതുപോലെ ചെയ്യാനാണോ? വൃത്തിയാണോ? നമീമത്താണോ? ഏതാ ശരി? വൃത്തി. അപ്പോൾ വൃത്തി ഈമാൻ്റെ പകുതിയാണ്. അടുത്ത നാം അറിവ് പഠിക്കുന്നത് എന്തിനാണ്? അതുപോലെ ചെയ്യാനാണ്. അടുത്ത് മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ, അവരിൽ സ്വഭാവം നന്നായവരാണ്. കയ്പുള്ളതാണെങ്കിലും നീ ഡാഷ്, കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക. അടുത്ത് ഇബ്ലീസിൻ്റെ ഇഷ്ടവിനോദമാണ് എന്ത്? നമീമത്ത്. അടുത്തത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതാം. അഖ്ലാഖിൽ എല്ലാ വർഷവും ഇതുപോലൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്, ശരിയും തെറ്റും വേർതിരിക്കാൻ. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതാണ് നമ്മൾ നോക്കിയിട്ട് അത് ഇങ്ങോട്ട് എഴുതാനാണ്. 1, പുരുഷൻ കമിഴ്ന്ന് കിടന്നുറങ്ങരുത്. ശരിയല്ലേ? പുരുഷൻ കമിഴ്ന്ന് കിടന്നുറങ്ങാൻ പാടുണ്ടോ? ഇല്ല. 2, പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. ശരിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ടല്ലോ. 3, കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം. ശരിയല്ലേ? കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണമല്ലോ. 4, പരദൂഷണം പറയുമ്പോൾ കേട്ടു നിൽക്കണം. അത് ശരിയല്ല, അല്ലേ? പരദൂഷണം പറയുമ്പോൾ കേട്ടു നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അവസാനത്തെ അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ 2 ഇതാണ്. സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ 2 ഇതാണ്. എന്തൊക്കെയാണ് സൽ സ്വഭാവികളുടെ ലക്ഷണങ്ങൾ? പരസ്പരം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പുഞ്ചിരിക്കുക, സഹായിക്കുക, നല്ലത് മാത്രം പറയുക തുടങ്ങിയവ സൽസ്വഭാവികളുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 നിങ്ങൾ പഠിച്ചു വെക്കുക. അക്ഷരത്തെറ്റ് വരാതെ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന ഏതാണോ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്കും നഷ്ടപ്പെടാതെ. അടുത്ത ചോദ്യം, ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ 2 ഇതാണ്. അത് ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവൻ കിടക്കുക, വുളൂ ചെയ്യുക. ഞാനിതിങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിത് എഴുതി പഠിക്കാനാണ്. പല കുട്ടികൾക്കും ഇതെങ്ങനെ എഴുതുക എന്നറിയില്ല. ഞാൻ ഉത്തരം മാത്രം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് കൂടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരം കാണിച്ചു തരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഭക്ഷണ മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് മര്യാദകൾ? ബിസ്മി ചൊല്ലുക, ഇരിക്കുക, അല്ലേ? ആദ്യവും അവസാനവും 2 കൈയും വായയും കഴുകുക, ഇരിക്കുക, ബിസ്മി ചൊല്ലുക, വലതു കൈ കൊണ്ടാവുക. 2 മാത്രം എഴുതിയാൽ മതി നിങ്ങൾ. അടുത്ത ചോദ്യം, നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം. സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ വേറെയും നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ വേറെയും. അങ്ങനെ 2 പഠിക്കാനുണ്ട് നമുക്ക്. 2 വേറെ വേറെയാണ്, 2 ഒന്നല്ല. ഇവിടെയാണ് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ. സത്യം പറയുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, വാക്ക് പാലിക്കുക, നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക, തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക, നല്ല കാര്യങ്ങളിൽ സഹായിക്കുക. കുറേ ഉണ്ട്. നിങ്ങൾക്ക് 2 മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ വളരെ വൃത്തിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അടുത്തത്, പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. അത് ആർക്കാണ് അതങ്ങനെ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കാണ് ഇത്? ആർക്കാണ്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് പഠനശേഷി കുറയും. അപ്പോൾ ഇവിടെ വൈകി എങ്ങനെ വൈകി എഴുതുക? ഉറങ്ങുക. എഴുന്നേൽക്കുക എങ്ങനെ എഴുതുക? ശ്രദ്ധിക്കുക.
അപ്പോൾ അവിടെയൊക്കെ സ്പെല്ലിങ് അക്ഷരത്തെറ്റ് വന്നാൽ നിങ്ങളെ മാർക്ക് കുറയും. കാരണം ഇത് വാർഷിക പരീക്ഷയാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് സമ്മാനം ഉണ്ടാകും. അപ്പോൾ നല്ല ശ്രദ്ധയോടു കൂടിയാണ് ഉസ്താദുമാർ നിങ്ങളെ പേപ്പറൊക്കെ നോക്കുക. അതുകൊണ്ട് വൃത്തിയിൽ എഴുതുക. അടുത്തത്, അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്കാണ്? അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴക്കുന്നവനിലേക്ക്. ഇതുവരെ ഇതിൻ്റെ ഉത്തരം എഴുതണം, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴക്കുന്നതിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. പിന്നെ അടുത്തത്, ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആരാണ്? കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ്. അപ്പോൾ എന്താ ഉത്തരം? കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവ്. സ്വ എങ്ങനെ എഴുതുക? സ്വയം നിയന്ത്രിക്കാൻ, കണ്ടോ? നിയന്ത്രിക്കാൻ കഴിവുള്ളവർ. അടുത്തത്, നമീമത്ത് എന്നാൽ എന്ത്? എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് വരുന്നുണ്ട്. നമീമത്ത് എന്നാൽ എന്ത്? നമുക്കറിയാം, ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ് നമീമത്ത്. ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ് നമീമത്ത്. ഇവിടെ നമീമത്തിന് ഏഷണിന്ന് ഉത്തരം എഴുതിയാൽ എന്താകൂല? നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഇവിടെ നമീമത്തിന് അതിൻ്റെ നിർവചനം തന്നെ എഴുതണം. അടുത്തത്, അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ആരെ? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇവിടെ അള്ളാഹു അന്ത്യനാളിൽ നോക്കൂല, ആരിലേക്ക് നോക്കൂല എന്നൊരു ചോദ്യം പഠിക്കാനുണ്ട്. ഇവിടെ വേറെ ചോദ്യം പഠിക്കാനുള്ളത് എന്താ? അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ആരെ? ദേഷ്യം നിയന്ത്രിച്ചവനെ. എങ്ങനെ നിയന്ത്രിക്കുക എന്ന് എഴുതുക? നിയന്ത്രിച്ചവനെ. അക്ഷരത്തെറ്റ് വരുത്തരുത് ആരും. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലാ യഷ്റബന്ന ഡാഷ്. കണ്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ പെട്ടിയും, അഖ്ലാഖിലെ എല്ലാ പെട്ടിയും നിങ്ങൾ കാണാതെ പഠിക്കണം. 3 മാർക്കാണ് ഇതിന് 1.5. അപ്പോൾ ലാ യഷ്റബന്ന അഹദും മിൻകും ഖായിമൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ലാ യഷ്റബന്ന അഹദും മിൻകും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫമൻ നസിയ ഫൽയസ്തഖി ഇവിടെ ഉണ്ട്. അടുത്തത് 2024 ചോദ്യ പേപ്പറിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. ഏത് ചോദ്യം? അടുത്ത ചോദ്യം, അൽഹംദുലില്ലാഹില്ലദീ എന്താണ്? അഹ്യാനി ബഅദ മാ മാതനി വഇലൈഹിൻ നുശൂർ. അപ്പോൾ ഇതാണ് ചോദ്യം. എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.